ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. 2025 നവംബർ മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ആദ്യമായി ഗ്രഹനിലയിലേക്ക് കടക്കാം. സൂര്യൻ നവംബർ മാസത്തിൽ തുലാം, വൃശ്ചികം എന്നീ രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നവംബർ 16 വരെ തുലാം രാശിയിലും 17 മുതൽ 30 വരെ വൃശ്ചികൻ രാശിയിലുമായി നിൽക്കുന്നു. കുജൻ ഒക്ടോബർ 27 വൃശ്ചികത്തിലേക്ക് സഞ്ചരിച്ചു. ഡിസംബർ 6 വരെ അവിടെ സ്ഥിതി ചെയ്യും. ബുധൻ ഒക്ടോബർ 24 വൃശ്ചികത്തിലേക്ക് രാശി മാറി. വ്യാഴം ഒക്ടോബർ 18 കർക്കിടകത്തിലേക്ക് രാശി മാറി. ഡിസംബർ 5 തിരികെ മിഥുനത്തിലേക്ക് രാശിമാറ്റം നടത്തും. ശുക്രൻ നവംബർ 25 വരെ തുലാം രാശിയിലും ശേഷം വൃശ്ചികത്തിലും സ്ഥിതി ചെയ്യും. കേതു ചിങ്ങത്തിലും രാഹു കുംഭത്തിലുമായി സ്ഥിതി ചെയ്യുന്നു. മുകളിൽ പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാൻ ഫലം പറയുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഇടവൻ രാശിയെക്കുറിച്ചാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി. ഇടവൻ രാശിയുടെ 4ാം ഭാവാധിപനായ സൂര്യൻ നവംബർ മാസത്തിൽ ഇടവത്തിൻ്റെ 6, 7 എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. സൂര്യൻ 6ാം ഭാവം അനുകൂല ഭാവമാണെങ്കിലും നീചനായ സൂര്യൻ കൂടുതൽ അനുകൂല ഫലങ്ങൾ നൽകുകയില്ല. എന്നാൽ 7ാം ഭാവവും അനുകൂല ഭാവമല്ലാത്തതിനാൽ സൂര്യൻ നവംബർ മാസത്തിൽ നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നില്ല. സൂര്യൻ ദുർബലനായി നിൽക്കുന്ന ഈ സമയത്ത് ശരീരപീഡ വർദ്ധിക്കുകയും പ്രതിരോധശേഷി കുറയുകയും ചെയ്യുന്നു. സർക്കാർ ജോലിക്കാർക്ക് സർക്കാരിൽ നിന്നും പ്രതികൂല അനുഭവങ്ങൾ ഉണ്ടാകാം. തൊഴിലാളികൾക്ക് മുതലാളികളിൽ നിന്നും അപ്രീതിയും അനുഭവപ്പെടാം. രാശ്യാധിപനായ ശുക്രൻ്റെ 6ാം ഭാവത്തിലെ സ്ഥിതി ആരോഗ്യത്തെ സാരമായി ബാധിക്കും. നേത്രരോഗം, ഉദരരോഗം എന്നിവ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. 10ാം ഭാവാധിപനായ ശനി 11ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കർമ്മരംഗത്തെ അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്നു. ഉദ്യോഗസ്ഥർക്ക് ഉന്നത സ്ഥാനമാനങ്ങളും പദവികളും ഈ സമയത്ത് ലഭിക്കും. തൊഴിലിൽ നിന്നും വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. അപ്രതീക്ഷിതമായി പണം കയ്യിൽ വരുന്ന സമയമാണ്. വ്യവസായത്തിലും പുരോഗതിയും ഉയർച്ചയും ഉണ്ടാകും. ബഹുമാന ലാഭം ഉണ്ടാകും. ആഗ്രഹിക്കുന്ന രീതിയിൽ കർമ്മരംഗത്ത് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. 7ാം ഭാവാധിപനായ ചൊവ്വ 7ാം ഭാവത്തിൽ തന്നെ ബലവാനായി നിൽക്കുന്നതിനാൽ ബിസിനസ്സുകാർക്ക് വൻപിച്ച നേട്ടങ്ങൾ ഈ സമയത്തുണ്ടാകും. 5ഉം 2ഉം ഭാവാധിപനായ ബുധനോട് യോഗം ചെയ്താണ് ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് 7ാം ഭാവത്തിൽ. കൂടാതെ 7ാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ 5ാം ഭാവദൃഷ്ടിയുമുണ്ട്. ഇതെല്ലാം ബിസിനസ്സുകാർക്ക് നേട്ടങ്ങളാണ് നൽകുന്നത്. വിദേശ ബിസിനസ്സുകാർക്കും അനുകൂല സമയം തന്നെയാണ്. വിദേശയാത്രയ്ക്ക് അവസരവുമുണ്ടാകും. 5ാം ഭാവാധിപനായ ബുധൻ ഒക്ടോബർ 24 മുതൽ 7ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 7ാം ഭാവം ചാരവശാൽ ബുധൻ അനുകൂല ഭാവമല്ലെങ്കിലും 5ാം ഭാവാധിപൻ കേന്ദ്രഭാവത്തിൽ സ്ഥിതി ചെയ്താൽ അനുകൂല ഫലങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. കുട്ടികളുടെ കഠിനാധ്വാനം കൂടി ഉണ്ടായാൽ ഉന്നത വിജയങ്ങൾ ലഭിക്കും. മാസത്തിൻ്റെ 2ാം പകുതിയിൽ സൂര്യൻ ബുധനുമായി യോഗം ചെയ്യും. കൂടാതെ വ്യാഴത്തിൻ്റെ 7ലേക്കുള്ള ദൃഷ്ടിയും പഠനത്തിന് അനുകൂല ഫലങ്ങൾ നൽകുന്നു. ഭാഗ്യഭാവാധിപനായ ശനി അഭീഷ്ട സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമുണ്ടാകും. കൂടാതെ ഒക്ടോബർ 18 മുതൽ ശനിയെ വ്യാഴം വീക്ഷിക്കുകയും ചെയ്യുന്നു. അധികാരങ്ങളും ധനലാഭവും കുടുംബസുഖവും ഈ സമയത്ത് ശനി നൽകും. കേതുവിൻ്റെ 4ാം ഭാവത്തിലെ സ്ഥിതി ബന്ധുക്ലേശവും ഉദരരോഗവും സ്ഥാനമാറ്റവും ഉണ്ടാക്കാം. എന്നാൽ 10ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു കഠിനാധ്വാനം കൂടാതെ വരുമാനം വർദ്ധിപ്പിക്കും. 3ാം ഭാവം ചാരവശാൽ ഗുരുവിനെ അത്ര നല്ല ഭാവം അല്ല എങ്കിലും ഉച്ചനായ ഗുരു എല്ലാ ഭാഗ്യങ്ങളും നൽകും. നടക്കാതിരുന്ന പല പ്രവർത്തനങ്ങളും പുനരാരംഭിക്കാൻ കഴിയും. ഏത് കാര്യങ്ങൾ നടത്താനും കഴിവും തൻ്റെ ഇടവും ഉണ്ടാകും. ഓൺലൈൻ മാർക്കറ്റിംഗ് ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് സമയം അനുകൂലമാണ്. ഇടവത്തിൻ്റെ 7, 9, 11 എന്നീ ഭാവങ്ങളിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി ദാമ്പത്യ സുഖത്തെയും ബിസിനസ്സിൽ ഉയർച്ചയെയും സന്താന ഭാഗ്യത്തെയും ഗുരുത്വത്തെയും അഭീഷ്ട ലാഭത്തെയും നൽകുന്നു. 6, 7 എന്നീ ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ശുക്രനെ നല്ല ഫലങ്ങൾ നൽകാൻ പൊതുവെ പ്രമുഖരായ എല്ലാ ഗ്രഹങ്ങളും നിങ്ങൾക്ക് നവംബർ മാസത്തിൽ നല്ല ഫലങ്ങളാണ് നൽകുന്നത്.
പ്രണയിക്കുന്നവർക്കും ദമ്പതികൾക്കും ഒരു മധ്യമമായ ഫലമാണ് ലഭിക്കുന്നത്. നിസ്സാര കാര്യങ്ങൾക്ക് കലഹം ഉണ്ടാക്കാതിരുന്നാൽ സമയം വളരെ നല്ലതായിരിക്കും. വിവാഹാലോചന നടത്തുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അവസാനം ഫലം നല്ലതായിരിക്കും. ആയതിനാൽ രാശ്യാധിപനായ ശുക്രനെ പ്രീതിപ്പെടുത്താൻ ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക. സൂര്യനെ പ്രീതിപ്പെടുത്താൻ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പിൻവിളക്ക് ചെയ്യുകയും ചെയ്യുക. കേതു പ്രീതിക്ക് വേണ്ടി ചതുർത്ഥി തിഥിയിൽ ഗണപതി ഹോമവും നടത്തുക. ദിവസവും നാമം ജപിക്കാൻ മറക്കരുത്. എല്ലാ പ്രയാസങ്ങളും മാറും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.